നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ് സംസാരിക്കുന്നത്. നമ്മുടെ കോട്ടയം SMEയിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ റാഗിങ്, മൃഗീയമായ മൃഗങ്ങൾക്ക് പോലും നാണക്കേടുണ്ടാകുന്ന വാക്ക്, പൈശാചികമായ പ്രേതങ്ങൾ അല്ലേ, അവന്മാർ പ്രേതക്കുഞ്ഞുങ്ങൾ, അവന്മാർ ചെയ്ത റാഗിങ് അതൊക്കെ പുറത്തേക്കൊക്കെ വന്നല്ലോ. ആളുകളൊക്കെ കണ്ടു നിൽക്കാൻ പോലും പറ്റത്തില്ല. ആണിക്ക് കുത്തുന്ന കണ്ടല്ലോ നിങ്ങൾ അല്ലേ. ഞാൻ ഇതേപ്പറ്റി പറയാൻ വന്നതേ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം, എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം മുമ്പ് നമ്മുടെ അട്ടപ്പാടിയിലെ മധു ഒരു ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മിടുക്കന്മാരെല്ലാം കൂടി തല്ലിക്കൊന്നായിരുന്നല്ലോ. ഏതാണ്ട് കറി പൗഡർ മോഷ്ടിച്ചെന്നോ ഒരു പാവം മനുഷ്യനെ, അത് ഇന്നുകൊണ്ടല്ലോ ആ പിക്ചർ, കൈയൊക്കെ കെട്ടി ഇട്ടിട്ട് അതിനെ എന്നാ പറയുന്നത്, നിസ്സഹായനായ പാവത്താൻ, ഒരു പഞ്ചപാവത്തിനെ കൊന്നത് പറയുമ്പോൾ ഇപ്പോഴും അതിനെ ഓർക്കുമ്പോൾ സങ്കടം വരാറുണ്ട്. അപ്പോൾ അന്ന് അത് കണ്ടിട്ട് അതിൻ്റെ ഒരു സങ്കടത്തിൽ ഞാനൊരു വീഡിയോ അന്ന് ചെയ്തായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ ഈ ആൾക്കൂട്ട ആക്രമണത്തെ എനിക്ക് നേരിട്ടൊരു അനുഭവം എന്ന് പറഞ്ഞപ്പോൾ റാഗിങ് ആയിരുന്നു പറഞ്ഞത്. ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായൊരു അനുഭവം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വീണ്ടും അതിനെപ്പറ്റി പറയണമെന്നില്ല. ഈ അന്ന് അവന്മാരെയൊക്കെ കുറേ പറഞ്ഞ, ഇനി അവന്മാരൊക്കെ വലിയ മാന്യ കുചേലന്മാരായിട്ട് വലിയ കുടുംബനാഥന്മാരൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും. എന്തിനെല്ലാം എപ്പോഴും പറയുന്നത്, എന്താ പഠിക്കാൻ പോയ സമയത്ത് പിന്നെ രസകരമായ കാര്യം, എന്നെ റാഗ് ചെയ്തത് എൻ്റെ ബാച്ചിലുള്ളവർ തന്നെയാണ്. അതെങ്ങനെയുണ്ട്? അതായത് എന്നെ മാത്രമല്ല, ഞങ്ങൾ പഠിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് വന്നവരില്ല, അതായത് അവർക്ക് വേറെ ആരെയും കിട്ടിയില്ല. ഇപ്പോൾ അവർക്ക് ജൂനിയറായിട്ടോ അങ്ങനെയൊന്നും ആരെയും കിട്ടാത്തത് കൊണ്ട് അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വന്നവന്മാർ ഒരു ഗാങ് പോലെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയും 1.5 ആഴ്ചയും താമസിച്ച് വന്നവരെയൊക്കെ പിടിച്ച് റാഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ദൈവമേ, ഞാനെൻ്റെ വയസ്സാം കാലത്ത് 15 വയസ്സുള്ള സമയത്താണ് ഈ നേഴ്സിങ്ങിനൊക്കെ പോകുന്നത്. അതായത് ഡിഗ്രിയും കഴിഞ്ഞ് അതും പഠിച്ച് ഇതും പഠിച്ച് ബിസിനസ് ചെയ്ത് നോക്കി, പല കാര്യങ്ങളൊന്നും പലയിടത്ത് ജോലി ചെയ്തു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ഹൈദരാബാദ് ജീവിച്ചു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഏറ്റവും ഒടുവിൽ ഒരു കച്ചിത്തുരുമ്പ് എന്നതാണ് ഈ നേഴ്സിങ്ങിന് വന്നു ചേരുന്നത്. എന്നെക്കാളും ഇളയതുങ്ങൾ അവിടെ ഉള്ളായിരുന്നു മുഴുവൻ, ഒരുമാതിരിയല്ല, 1-2 അവന്മാർ എൻ്റെ വയസ്സ് പോലെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അവന്മാർക്കാണ് ആ രാത്രിയിൽ എന്നെ റാഗ് ചെയ്യേണ്ടത്. എന്നെ എല്ലാം വന്നവരും എല്ലാം റാഗ് ചെയ്തു. അപ്പോൾ സംബന്ധിച്ച് എന്നെ അവന്മാർ രാത്രി വിളിച്ചുകൊണ്ടുപോയിട്ട്, എൻ്റെ ഒരു എൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ആ കൂടെ, അവനെ അവിടെ ചേർക്കുകയൊക്കെ ചെയ്യുന്നത്. അവൻ്റെയൊക്കെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞാൽ വീണ്ടും വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവനൊരു പാവമാണ്, അവനെ അവർ ബുദ്ധിമുട്ടിച്ചു, ഞാൻ കണ്ടില്ലായിരുന്നു. ഒരുപക്ഷെ ഞാനത് കണ്ടിരുന്നെങ്കിൽ എന്നെ ചെയ്യുന്ന ഇത് ഓക്കെ ആയിരിക്കും. അവനെ തൊടുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം അത്രയും ബന്ധത്തിൽ ജീവിക്കുന്ന 2 പേരായിരുന്നു ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കാണിച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞ്, സാരമില്ല പോട്ടെ, നമ്മളെന്തായാലും വന്നുപോയി, പൈസ അടച്ചു പോയി, നമുക്ക് വേറെ വഴിയില്ല, നിന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് നിന്നെ ഒന്നും ഉപദ്രവിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞായിരുന്നു. ഇനി എന്ത് വന്നാലും ഇവിടെ തകർത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ജത്തെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ നിർബന്ധത്തിന് വഴി, സാരമില്ലടാ പോട്ടെ, നമ്മളിനി ലാസ്റ്റ് ഒരു കച്ചി തിരുമ്പന്നല്ലേ, പഠിക്കാൻ വന്നതല്ലേ, സർട്ടിഫിക്കറ്റ് പോകും, പൈസ ബാംഗ്ലൂരാണ് സ്ഥലം. ഞങ്ങളുടെ പ്രിൻസിപ്പൾ കഴിഞ്ഞ ദിവസം മരിച്ചു പോയ ചെറുപ്പക്കാരിയാണ്. അവർ ഒക്കെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അന്ന്. അതൊന്നും ആരെയും പറയണ്ട, മരിച്ചുപോയവരൊന്നും പറയുന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ അന്ന് എന്നെ അടിവസ്ത്രം മാത്രം ഇടിച്ചുകൊണ്ട് അവർ പാട്ട് പാടിച്ചു, എന്നോട് ചെയ്തു. അതാണ് എനിക്ക് വളരെ ഇന്നും എനിക്ക് അപമാനമായിട്ട് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം അത്. നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത ചില സന്ദർഭമാണ്. എന്നെക്കാളും ചെറുപ്പക്കാരതിനിടയ്ക്ക് അവർ അശ്ലീലങ്ങൾ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് പൊട്ടിച്ചിരിക്കുന്നു. ഏത് സെയിം ബാച്ചിലുള്ള ഒരാഴ്ച മുമ്പ് വന്ന്. പിന്നെ അന്നും ഇന്നും ഒക്കെ കേൾക്കുന്നൊരു കാര്യമാണ്, ഈ റാഗ് ചെയ്യുന്നത് ഷൈനസ് മാറ്റാനും പരിചയം കൂടാനുമായിട്ടാണെന്ന്. ഇത് എവിടുത്തെ നയമാണ്, എവിടുത്തെ ഭാഷയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് നമുക്ക് എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളിനെ, നമ്മളൊരു പൂച്ചനെ വീട്ടിൽ വളർത്തുമ്പോഴത്തിന് 2 പ്രാവശ്യം അടിച്ചാൽ അത് തിരിച്ചു വരുമോ നമ്മുടെ അടുത്തേക്ക്? പിന്നെ കാരണം നമ്മളെ കാണുമ്പോൾ ഓടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ മനുഷ്യനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ആരോട് പിന്നീട് ഏത് രീതിയിൽ കോംപ്രമൈസ് സ്നേഹം ഉണ്ടാവുമെന്നാണ് പറഞ്ഞ് ആ മുറിവ് നമ്മുടെ മനസ്സിൽ കിടക്കുവാണ്. അല്ല അതേ രീതിയിൽ അവർ എണ്ണ പുരട്ടി തന്നോ? അതുപോലെ പിന്നീട് നമ്മളെ സ്നേഹിച്ചോ? ഇല്ല. അവർ റാഗിയാവുന്ന ചെയ്തിട്ട് അവരുടെ കാര്യത്തിന് പോയത്. പിന്നീട് കാണുമ്പോൾ വളരെ സ്നേഹം കൊണ്ട് വന്നാലും എനിക്കൊന്നും അവരെ ഒരിക്കലും എൻ്റെ ഒന്നും ലിസ്റ്റിൽ പോലും ഇല്ല അവന്മാരുന്നു. ഞാൻ അവന്മാരോട് ഒരു ബന്ധത്തിനും പോയിട്ടില്ല, ഒരു സ്നേഹവും ഇല്ല, വെറുപ്പ് തന്നെയാണ് അവരെ പറ്റി ഓർക്കുമ്പോൾ ഉള്ളത്. എനിക്ക് ജീവിതത്തിലെ നമ്മളെ ബുദ്ധിമുട്ടിച്ച ഞാൻ പറയാം, നമ്മളൊക്കെ അത്രയും വയസ്സുള്ളൊരു മനുഷ്യകൂടെ ആയിരുന്നു അന്ന്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വിനോദിനെ എപ്പോഴും പറഞ്ഞു, അവനത് കേൾക്കുമല്ലോ. വിനോദൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് ഇയറിലെ കണ്ട് ചെയ്തതിൻ്റെ കാര്യം 3rd ഇയറിൽ ഈ വിനോദമാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലെ കാര്യം പറഞ്ഞ് ഒന്ന് ഓർത്ത് നോക്കി. 3rd ഇയറൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര കൂട്ടെന്നല്ലേ പറഞ്ഞേ, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണെന്നേ, ഇത് ആ പറച്ചിൽ തന്നെ തെറ്റാ. ഈ പറയുന്ന പോലെ വളരെ അടുക്കാനായിട്ട് വളരെ സ്നേഹത്തെ വല്ലവരെ ഉപദ്രവിച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. എനിക്ക് അന്തസ്സായിട്ട് പറയാൻ പറ്റും, അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ഞാൻ ഒരു റാഗും ആരെയും ചെയ്തിട്ടില്ല. അവിടെ എനിക്കിതൊന്ന് പറയാമല്ലോ. ഞാൻ അവിടെ ആ സമയത്ത് പിന്നീട് നേഴ്സിംഗ് അഡ്മിഷൻ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, സീനിയർ ആയിരുന്നു. ഞാൻ ആരെയും കാണാം, എന്നെ ചെറിയ പിള്ളേരെ കാണുമ്പോൾ എൻ്റെ വിശേഷങ്ങൾ എവിടെയാണ്, ഏത് കയറാൻ പഠിക്കുന്നതിനെന്ന് വെച്ചാൽ അവരെ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. നാളെ അവരെ നമുക്ക് വഴി വെച്ച് കാണേണ്ടവരാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഈ ഉപദ്രവിച്ചവന്മാർ ഇപ്പോൾ ഇവന്മാരൊക്കെ വലിയ മിടുക്കന്മാരായിട്ട് വലിയ കുടുംബനാഥന്മാരൊക്കെ ആയിട്ടൊക്കെയാണ്. അവരുടെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ.
അപ്പോൾ ഈ കോട്ടയം SMEയിലെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാലായിലും അതുപോലെ തന്നെ പാലാ സെൻറ്റ് തോമസ് സ്കൂളിൽ 2-3-4 കയറി ഒരു കൊച്ചിനെ ഒരു പയ്യനെ കിടന്ന് നിലവിളിക്കുമ്പം എന്നാ പുഷ്പ സിനിമ കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സാഡിസമാണ്, സാഡിസ മെൻറ്റാലിറ്റിയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പം അവൻ കരയുമ്പോൾ അതിൽ നിന്ന് കോമഡി കണ്ട് ചിരിക്കുക, മറ്റുള്ളവർ വേദനിച്ച് കരയുമ്പോൾ പൊട്ടിച്ചിരിക്കുക. ഇപ്പോൾ ഈ പ്രാങ്ക് വീഡിയോസ് കാണാറില്ലേ, എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മറ്റുള്ളവരെ പറ്റിച്ചിട്ടും അവർ ഞെട്ടിപ്പോകുമ്പോഴും അവർ വേദനിക്കുമ്പോഴും അവർ സങ്കടപ്പെടുമ്പോഴും അതിനകത്തുനിന്ന് കോമഡിയാണെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് ജനത്തിനെ കാണിച്ച് മറ്റുള്ളവരുടെ വേദനയിൽ എന്തിനാണ് ഈ ചിരിക്കുന്നത്? അത് തന്നെ ഒരു ഒന്നാം തരം സാഡിസമല്ലേ. അപ്പോൾ ഇതല്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞായിരുന്നല്ലോ, കൊച്ചുങ്ങളെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പിള്ളേർ ടോക്സിക് മെൻറ്റാലിറ്റി കൊണ്ട് പോകുമെന്ന് പറഞ്ഞേ. അത് മാത്രമല്ല, ഈ ഡ്രാഗ് ചെയ്യപ്പെടുന്ന പിള്ളേർ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? നിങ്ങൾ ഗാങ്ങായിട്ടുന്ന കാര്യങ്ങൾ പറയാം. കേരളത്തിലൊക്കെ ഇത് നടന്നല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എന്താണെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇന്ന് ഇത്ര ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്ത് പുറത്തോട്ട് പ്രചരിപ്പിച്ചോണമെന്നേ, വെറുതെ വിടരുതെന്നേ. ഇപ്പം ഞാനൊക്കെ പറയുന്ന അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്കൊന്നും വേറെ വഴിയില്ല. ഒന്നെങ്കിൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റും പണവും നഷ്ടപ്പെടും. ഇവന്മാരെല്ലാം ഗാങ്ങാട്ട് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് എന്നെ മറ്റുള്ളവർ ആശ്വസിപ്പിക്കുന്നത്, ജോ നീ രക്ഷപ്പെട്ടല്ലോ, നിൻ്റെ ഒരു ഭാഗ്യം, നിന്നെ ഒരു പാട്ടല്ലേ പാടിച്ചുള്ളൂ, ഞങ്ങളെ രാത്രി മുഴുവൻ അങ്ങനെ ജയിച്ചു ഇങ്ങനെ ജയിച്ചു, ഇതൊക്കെ പറഞ്ഞാൽ അവർ ആശ്വസിപ്പിക്കുന്നത്. ഒരു പാട്ട് പാടിച്ചേ ഉള്ളെന്ന് പറഞ്ഞാലും അടിവസ്ത്രം ഇട്ട് ഒരു ഗാങ്ങ് പിള്ളേരുടെ മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇന്നും എൻ്റെ മനസ്സിൽ വേദനയുള്ളൊരു കാര്യമാണ്, സങ്കടമാണ്. ഏതാണ് ഈ തെണ്ടിയൊക്കെ? അവനൊക്കെ ആരാ, ഏത് വീട്ടിൽ നിന്നുണ്ടാകുന്നു? ഇവനൊക്കെ എന്നെപ്പറ്റി അറിയോ? നമ്മുടെ എന്തെങ്കിലും അറിയോ? എൻ്റെ നഗ്നത കാണാനും എന്നെ ഒരു മുറിയിൽ ഈ ആൾക്കൂട്ടത്തിനകത്ത് കുറേ ആൾക്കാർ കൂടി ഒരുത്തനെ വിളിച്ച്, അല്ലെങ്കിൽ ഏത് മിടുക്കനാണെന്ന് പറഞ്ഞാൽ ഒരുത്തനെ വിളിച്ച് അവൻ്റെ നിസ്സഹായത, അവനെ ഒരു മുറിയിൽ അടച്ചിടുക, അല്ലെങ്കിൽ അവനെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അടിക്കുക എന്ന് പറയുന്നത് എന്ത് വീരത്വം ഇത്? ഇതിനകത്ത് എന്ത് മര്യാദ ഉണ്ടെന്നാണ് ഈ പറയുന്നത്? അവിടെ നിന്നൊക്കെ ഒരു തരത്തിൽ പഠിച്ച് പോകുമെന്ന് പറഞ്ഞിട്ടാൽ മതി. അതിനകത്ത് പെട്ടുപോയവരൊക്കെ ഉണ്ട്. യുവമാരെ പോലെ വേറെ ദുഷ്ടന്മാർ കൂടെ നിന്നിട്ട് ഇവിടുന്ന് സ്ഥലപ്പേര് പറഞ്ഞില്ല, ആ സ്ഥലപ്പേരത്തുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. ഇവിടുന്ന് കുറേ പൈസ മുടക്കി ഇങ്ങോട്ട് വന്നിട്ട് ഗാങ്ങുമാരാണോ അവരെ അടിക്കണം, ഇവരെ അടിക്കണം, അവനെ മുട്ട നിർത്തണം, ഇവനെ മുട്ട നിർത്തണം, നാണം കെട്ടവന്മാർ ജീവിച്ച് രക്ഷപ്പെട്ട് പോകുന്നതിന്. എന്നിട്ട് അതിനകത്ത് പെട്ടുപോയ പിള്ളേരെ ഒന്നും ഇവന്മാർ തിരിഞ്ഞ് നോക്കിയിട്ടുമില്ലെന്നേ, വെറും തണ്ടികളായിരുന്നു. ഇവനൊക്കെ ഇവിടെ യുക്കെയിലൊക്കെ ഇവിടെ ആരണ്ടൊക്കെ ഇവിടെ എന്നോട് ചിലരൊക്കെ പറയും. ഞാൻ പറയും ഇവനെ ഒന്നും കാണാൻ പോലും എനിക്കിഷ്ടമില്ല. കണ്ടാൽ ഇത് പഴയ കാര്യം പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അവനോട് ഉടക്കും. അതുകൊണ്ട് ഇവനൊന്നും കാണാനും ഇഷ്ടമില്ല, മിണ്ടാനും ഇഷ്ടമില്ലെന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞതേ, നമ്മുടെ UNAയുടെ പ്രസിഡന്റ് ജാസ്മിൻ ഷായൊക്കെയാണ് ഇടയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഞാൻ ജാസ്മിൻ ഷാ അത് കേൾക്കുന്നുണ്ട്. ഞാൻ ജാസ്മിൻ ഷായ്ക്ക് അയച്ചു തരാം. ജാസ്മിൻ ഷാ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഇവിടെ ഒക്കെ അടുത്ത ഒരുപാട് നേഴ്സസും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പറയുന്ന ഈ മീറ്റു എന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ മുമ്പ്. മീറ്റു എന്ന് പറഞ്ഞ പരിപാടിയിൽ സ്ത്രീകൾക്ക് മുമ്പുണ്ടായ അനുഭവങ്ങൾ, കാലങ്ങൾക്ക് മുമ്പ് അവരെ പീഡിപ്പിച്ചതും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പിന്നീട് പുറത്തോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് മീറ്റു പോലെ ഈ റാഗ് ചെയ്ത ആൾക്കാർ ഇതെല്ലാം പുറത്തോട്ട് തുറന്ന് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കിത് ഈ നേഴ്സിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ സങ്കടം തോന്നിയിട്ടില്ല. ഈ നേഴ്സിങ്ങിനൊക്കെ എന്തോരം പാഷൻ വേണ്ട ഒരു പ്രൊഫഷനാണ് അത്. കാരണം ഇതുപോലെ രോഗം ബാധിതരായ, നഷ്ടപ്പെട്ട് ജീവിക്കുന്ന, സങ്കടപ്പെട്ട് ജീവിക്കുന്ന, വേദനിച്ച് വരുന്ന ആൾക്കാരോട് അനുകമ്പയോടുകൂടി പെരുമാറേണ്ട ഒരു പ്രൊഫഷനകത്ത് ഇതുപോലെ റാഗും ചെയ്ത് ഇങ്ങനെ പരുക്കന്മാരായിട്ട് മൃഗത്തിൻ്റെ പോലുള്ള ആൾക്കാർ വന്നാലുള്ള ആൺപിള്ളേർ മാത്രമൊന്നുമില്ല, പെൺപിള്ളേർ ഇതിനകത്ത് ഒരു പുറകോട്ടുമല്ല. പിള്ളമാർ എന്തോരം റാഗ് ചെയ്ത കഥകൾ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പ്രൊഫഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ രോഗികളോട് തന്നെ കാണിക്കുകയുള്ളൂ. ഇവരെത്ര നന്നായെന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഈ മൃഗീയ വാസന ഒതുങ്ങി കിടക്കുക. ഇവരത് പുറത്തെടുക്കും. ഏത് സാഹചര്യം വന്നാലും രോഗികളെ അവർ ഉപദ്രവിക്കുന്നുണ്ടാവാം, പല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞു ഈ ഒരു മീറ്റു പോലെ, ഇപ്പം ജാസ്മിൻ ഷായുടെ പേര് പറഞ്ഞതെന്ന് ഓർക്കണ്ട. ജാസ്മിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ല, ഒരു പ്ലാറ്റ്ഫോം തരാൻ പറയുമായിരുന്നു നിങ്ങളോട്. ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെപ്പോലെ ഒരാൾ ആഹ്വാനം ചെയ്തിട്ട് ഇങ്ങനെയുള്ള പഠിക്കാൻ വരുന്നവരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള മൃഗങ്ങളെ തുറന്ന് കാണിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ചുമ്മാന്ന് പറഞ്ഞുള്ളതേ ഉള്ളൂ കേട്ടോ. എടുക്കാമെങ്കിൽ എടുക്കാതെ ഉള്ളതെങ്കിൽ തിളങ്ങും. ഞാനത് പറഞ്ഞുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഒത്തിരി വലിയ മിടുക്കരെ മുഖം മൂടി അണിഞ്ഞ് സമൂഹത്തിൽ വലിയ മാന്യരായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. എന്നെ പ്രൊഫഷനെ വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടോ, മറ്റുള്ള പ്രൊഫഷനെ എനിക്കറിയത്തില്ല. നഴ്സിങ്ങിൻ്റെ അകത്തെ കാര്യമാണ് പറഞ്ഞത്. നഴ്സിങ്ങിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ പറ്റി ഒരു വീഡിയോ കേട്ടായിരുന്നല്ലോ. നഴ്സിംഗ് സൂപ്പർവൈസർമാരും സീനിയർ നേഴ്സുമാരും മറ്റുള്ളവരോട് കാണിക്കുന്ന സംസാരത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ റാഗിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടെ ഓരോരുത്തർ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എല്ലാം തുറന്ന് പറഞ്ഞു വരട്ടെന്നേ. ഇതൊക്കെ കണ്ടിട്ട് ഇനി ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ആവട്ടെ. ബാൻ ചെയ്യട്ടെന്ന്, ഈ ജോലിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കൂട്ട് മൃഗങ്ങളെ ഈ റാഗിങ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്ന് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അവരുടെയൊക്കെ ഹിസ്റ്ററി തപ്പണം. അല്ല അവരുടെ പ്രൊഫഷൻ ഇത്രയും കാലത്ത് എവിടെയായിരുന്നു, എന്തായിരുന്നു ചെയ്യുക, അവർ ഏതെങ്കിലും രോഗികളെങ്കിലും ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടാവത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സുള്ളവർ അവർ ഉപദ്രവിക്കും. ഒരു സാധാരണക്കാരനെ ഒരു മുറിയിലിട്ട് കരയിക്കാനും വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഉള്ള മനസ്സുള്ളവർ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കും. അവർ മറ്റുള്ളവരെ രോഗികൾക്ക് പ്രത്യേകിച്ച് എന്തൊക്കെ ദേഷ്യങ്ങളായിരിക്കും. അവർ ചിലപ്പോൾ തുപ്പുമായിരിക്കാം, അടിക്കുമായിരിക്കാം, ചീത്ത പറയുമായിരിക്കാം, അല്ലേ?
എന്നിട്ട് വലിയ സമൂഹത്തിൽ വലിയ മാന്യത കളിച്ച് ജീവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങൾ പറയുമ്പോഴേ ഞാൻ പറയുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഓരോരുത്തന്മാർ വന്ന് ചേരുവാണല്ലോ. അവരൊക്കെ ഇന്നിപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് വരുന്നതൊക്കെ എല്ലാവരും ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും വരുന്ന അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. അല്ലാതെ സാമൂഹ്യ സേവനത്തിനോ മറ്റുള്ളവരെ ആൾക്കാരെ പരിരക്ഷിക്കാനോ ഒന്നുമായിട്ടല്ല വരുന്നത്, അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇപ്പോൾ ഈ SMEയിൽ ചെയ്തതിനകത്ത് SFIക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളൊക്കെ പിടിച്ച പതാകയൊക്കെ SFIയുടെ. ഞാൻ പറഞ്ഞത് ഈ ഒരു MN വിജയൻ മാഷെ തന്നെ ഇപ്പോഴും ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പൊസിഷനിലെത്തി കഴിയുമ്പം ഇതൊരു പാർട്ടി നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മളങ്ങ് ചിന്തിക്കും. പിന്നെ ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാവുന്ന, അങ്ങനെ ഇതൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല. ഈ പൊസിഷനും നമുക്കവിടെ കിട്ടുന്നത് ജനസേവനത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്ന വരുന്നതല്ലേ, ഈ ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉള്ളത് എക്കാലവും ഇടതുപക്ഷമാണ്. അത് തുറന്ന് പറയാൻ എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു അപജയം കാണുകയോ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വേണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ നോക്കിയാൽ വിമർശിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെ തന്നെയാണ്. കാരണം അവർക്കിത് പറ്റാൻ പാടില്ല, അവരിലാണ് നമുക്ക് പ്രതീക്ഷ എന്നുള്ളൊരു വാക്കാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ, ഇടതുപക്ഷം ജനകീയമായിട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പാവങ്ങളുടെയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കർഷകരുടെയും അടിസ്ഥാന വർഗത്തിൻ്റെയും പാർട്ടി ഒരു പൊസിഷനിലോട്ട് വരുന്നു, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരുന്നു. അപ്പോൾ അതിലേക്കുള്ള ഓരോ പൊസിഷനിൽ ഓരോരുത്തർ വരുമ്പം അത് എന്താണ് ഈ പാർട്ടിയെന്നും എന്തിനാണ് അവർക്ക് ആ പൊസിഷൻ കിട്ടിയിരിക്കുന്നുള്ളത് നോക്കിയിട്ട് വന്നാൽ പോരെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും പുറത്താക്കുകയും അതിനുള്ള ശിക്ഷകൾ എന്താണെന്ന് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പൊസിഷനിൽ വരുന്നവരും കൂടി ഒന്ന് ചിന്തിക്കണം. ഇപ്പം ഞാൻ ചെങ്കൊടിയെ പറ്റി പറയുന്നു. ചെങ്കൊടിയൊക്കെ ഈ ചോര ചിന്തി ഉണ്ടാക്കിയ ഒരു കൊടി നമ്മുടെ സൗകര്യത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോയി നാട്ടാനും നമ്മുടെ സൗകര്യത്തിൽ ഗുണ്ടായുസം കാണിക്കാനും നമുക്ക് ചുമന്നുകൊണ്ട് കിടക്കാനുള്ളതല്ല. അതൊരു പ്രസ്ഥാനം, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത് എളിമയുടെയാണ്, അടിസ്ഥാന വർഗത്തിൻ്റെയാണ്. ആ കൊടിയെ കാണുമ്പം അതിനോടുണ്ടാകുന്നൊരു മനോഭാവം എന്താ, ഗുണ്ടാ മനോഭാവം അല്ല ആർക്കും ചിന്ത വരുന്നത്. ഒരു രക്ഷയുടെ ഒരു സന്ദേശം അതിനകത്തുണ്ട്. പാവങ്ങളുടെ ഒരു അത്താണിയാണ് ഈ പാർട്ടി, ആ പാർട്ടിയുടെ കൊടിയാണത്. അപ്പം ഞാനിതിനകത്ത് രാഷ്ട്രീയം കൂടെ കൂട്ടി പറഞ്ഞതല്ലേ. ഇതേപ്പറ്റി കൂടുതൽ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു സാഹചര്യങ്ങൾ വരും. അപ്പം നമുക്ക് സൗകര്യം, ഒരു പൊസിഷൻ കിട്ടിയ ഉടനെ കൊടി എൻ്റേതാണെന്നും കൊടി എൻ്റെ സൗകര്യങ്ങൾ എടുത്തുകൊണ്ടേ വെക്കാമെന്നും കൊടി എവിടെയെങ്കിലും കൊണ്ടേ നാട്ടാമെന്നൊന്നും ഒരിത്തരും ചിന്തിക്കരുത്. അത് ചിന്തിക്കുന്നത് തെറ്റാണ്. ഇതേപ്പറ്റി വിശദമായിട്ട് ഞാൻ പിന്നീടൊന്ന് സംസാരിച്ചോളാം. കാരണം ഞാനിപ്പോൾ ഈ രാഷ്ട്രീയം ഇതിനകത്ത് പറഞ്ഞു വന്നത്, അതിനകത്തൊരു SFIക്കാരനാണെന്ന് പറഞ്ഞിട്ട് ചേർക്കണം അതിനകത്ത് രാഷ്ട്രീയ നേതാക്കളുടെ കൂടെയൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ കുറേ വൃത്തികെട്ട മനുഷ്യർ, അല്ലെങ്കിൽ ഏത് വർഗത്തിൽ നിന്ന് ഏത് ഗോത്രത്തിൽ നിന്ന് വന്നെന്ന് അറിയത്തില്ലാതെ ഈ പാർട്ടിയിലോട്ട് വന്നത്, പാർട്ടി എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വന്ന് ഈ സൂത്രപ്പണികളും പല കാര്യങ്ങളോടുകൂടി അതിൻ്റെ നേതൃത്വത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെ യഥാർത്ഥ സ്വഭാവം മാറും. അതൊന്നും അല്ല പാർട്ടി. ഈ പാർട്ടിക്കൊരു ഒരു നയമുണ്ടല്ലോ. ആ നയത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അത് പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള വ്യക്തികളുടെ കുഴപ്പമാണ്. അത് നടപടിയെടുത്ത് അവരെ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഈ SMEയിൽ ക്രൂരമായ റാഗ് ചെയ്ത ആ വൃത്തികെട്ട ചെറുക്കനെയൊന്നും ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നായിട്ട് ഒരിക്കലും യോജിപ്പിച്ച് വർത്താനം പറയുന്നുള്ള അഭിപ്രായമുള്ളത്. അതിപ്പോൾ KSU ആണെന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഞാൻ രാഷ്ട്രീയം അങ്ങോട്ട് അന്ധമായ രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്ന ആളെ, നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളും സ്നേഹമാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും മര്യാദക്കാരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അവിടെ ഒരാൾ മോശം കാണിക്കുന്ന പറഞ്ഞാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ VM സുധീരനും അതുപോലെ എന്താ പറയുന്നത് AK ആൻ്റണി, അല്ലെങ്കിൽ ഇത് ഉമ്മൻചാണ്ടി സാർ മരിച്ചു, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അവരുടെയൊക്കെ ഒരു എളിമയും അവരുടെയൊക്കെ ഒരു ജനകീയതയൊക്കെ നമുക്കറിയാവുന്ന, അതിനകത്തൊരാൾ വൃത്തികേട് കാണിച്ചാൽ അവരൊക്കെ ഉണ്ടായിരുന്ന ആ പാർട്ടിയെ കുറ്റം പറയേണ്ട കാര്യമില്ല. അത്രയും ഞാനിതിനകത്ത് പറഞ്ഞുള്ളൂ. ഞാനിതിനകത്ത് രാഷ്ട്രീയം പറയാൻ വന്നതല്ലേ, ഞാനൊരു ചെറിയൊരു രാഷ്ട്രീയത്തിനകത്ത് കയറ്റി വെച്ച് വേറൊന്നുമല്ല. നമ്മളൊരു പ്രസ്ഥാനത്തിൽ സ്നേഹിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ പതാകയും കൊടിയും അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ചില സ്ലോഗനും ഒക്കെ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും പൊസിഷൻ കിട്ടിയെങ്കിൽ അവിടെ പൊസിഷൻ നിൽക്കുന്ന ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിനകത്ത് ആരെങ്കിലുമൊക്കെ ഉള്ളവന്മാർ കൊടി കൊണ്ടുപോയി അവിടെ ഇവിടെ നാട്ടരുത്. അത് പറയാൻ വേണ്ടി പറഞ്ഞാൽ, അപ്പം നിങ്ങളുടെ സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ള കൊടിയല്ല അതെന്ന് പറയാനായിട്ടും കൂടെ വന്നതാണത്. അത് പറഞ്ഞോളൂ. അത് ഏതാണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. പോട്ടെ. അപ്പോൾ റാഗിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്.
റാഗ് ചെയ്ത മനുഷ്യരെ തുറന്ന് കാണിക്കാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനൊരു വേദി ഒരുക്കണം, അതിനൊരു പ്ലാറ്റ്ഫോം കൊടുക്കണം. അതിന് ഞാൻ നേരത്തെ ജാസ്മിൻ ഷായുടെ പേര് പറഞ്ഞെന്നുള്ളൂ, നമ്മുടെ സുഹൃത്താണ്, പുള്ളിക്കാരൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അതല്ലാതെ ഇപ്പം എന്താ പറഞ്ഞത്, ഞാൻ നേഴ്സിങ്ങിനെ ബന്ധപ്പെട്ടാണ് പറയുന്നത് കേട്ടോ. നേഴ്സിങ്ങിൽ ഇങ്ങനെ ക്രൂരത കാണിച്ച ആൾക്കാരുടെ മുഖം പുറത്ത് കൊണ്ടുവരണം എന്ന് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഹിസ്റ്ററി ഇപ്പം അവരുടെ പ്രൊഫഷനെ പറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാൽ ഉപദ്രവിക്കപ്പെട്ട ഒരാളെയെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും, തിരിച്ച് കാണാൻ പറ്റും. അപ്പോൾ അവർ ചിലപ്പം കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, അവരുടെ ഭാര്യമാരും സഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മക്കൾ സഹിക്കുന്നുണ്ടായിരിക്കും. അവർ പുറമേ മാത്രമായിരിക്കത്തില്ലല്ലോ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ റാഗിങ് പോലുള്ള കാര്യത്തിന് ഒരിക്കലും ഒരു സൈഡായിട്ട് ഇതിനെ ഷൈനസ് മാറാനായിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ അടുപ്പത്തിന് വേണ്ടി ഒന്നും ഒരിക്കലും പറയരുത്. ഞാൻ പിന്നീട് എൻ്റെ ഹയർ സ്റ്റഡീസിന് UK വന്ന സമയത്ത് ഇവിടെ ഡിഗ്രി മാസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്ന കാലത്ത് എൻ്റെ ഒപ്പം പഠിച്ചിരുന്നതൊക്കെ 50 വയസ്സിന് മുകളിൽ 50-55 വയസ്സുള്ള ആർഫിക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ചേർന്ന സമയത്ത് ഓർത്തു, ഇനി ഇതും വാട മേടിച്ച് മന്ദലത്തിൽ വന്നാൽ ഇനി അഭ്യാസമൊക്കെ കാണുമെന്ന് ഓർത്തു. ഒന്നുമില്ല. അവനവൻ്റെ കാര്യം പഠിക്കാൻ വന്നു, അതിനകത്തുള്ള ഷെയറിംഗ് ഉണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അസൈൻമെൻറ്റിൻ്റെ കാര്യം, ഡെസർട്ടേഷൻ്റെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നു. മുന്നോട്ടുള്ള കാര്യങ്ങൾ UK ഭാവി എങ്ങനെയാണ്, നമ്മുടെ ഭാവി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഡിസ്കഷനിലൂടെ കാര്യങ്ങൾ സംസാരിച്ച് പഠിച്ചിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നു. എന്നേക്കാളും വളരെ ഇളയ ആളാണ് എന്നെ പഠിപ്പിച്ച പ്രൊഫസർ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൂ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിൽ മാത്രം ഇതിനകത്ത് പ്രത്യേകം തരത്തില്ല. വല്ലവരും വളർത്തി വിട്ട പിള്ളേർ പഠിക്കാനായിട്ട് അവർ ഫീസ് കൊടുത്ത് പഠിക്കാൻ വരുമ്പോൾ അവരുടെ നെഞ്ചത്തോട്ട് കയറണമെന്നും അവരെ മര്യാദ പഠിപ്പിക്കണം, അവരെ കൊണ്ട് ബഹുമാനിപ്പിക്കണമെന്നും ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെയാണ് ഇഷ്ടം. എന്നാ രംഗണ്ണൻ ഇല്ലേ, എന്നാ ഫഹദ് ഫാസിൽ അഭിനയിച്ച പടം ത്തിനകത്ത് ഗാങ്ങിനെ കൊണ്ട് അടുപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ. ഗാങ് ലീഡേഴ്സ് ആണല്ലോ ഇപ്പം മിടുക്കർ, അവരാണല്ലോ മിടുക്കർ. ഇപ്പം ഗാങ് പണ്ട് ഒരു സിനിമ കണ്ടിട്ട്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമ കണ്ട് മന്ത്രി ചീത്ത പറയുന്ന പല അഴിമതി എല്ലാം കൂടെ കഴിഞ്ഞ് പുള്ളി എല്ലാം ക്ലീൻ ആക്കിയിട്ട് മരുന്ന് കണ്ടിട്ട് ഷർട്ട് വലിച്ചിട്ട് അന്തസ്സോടുകൂടി തെറ്റുകൾക്കെതിരെ പ്രതികരിച്ച് വരുവാനായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടാണ് ഓരോരുത്തർ പുറത്തോട്ടിറങ്ങി വന്നത്. അല്ല, ലോഹിതദാസ് സാറിൻ്റെ കുടുംബ ജീവിതത്തിലെ ചില ഡയലോഗുകൾ കേട്ട് അവനവൻ്റെ കുടുംബത്തിലെ കുടുംബത്തെ പറ്റി, അല്ലെങ്കിൽ സഹോദരി ബന്ധങ്ങൾ, അപ്പൻ മക്കൾ ബന്ധങ്ങളെ പറ്റിയൊക്കെ ആഴത്തിലൊന്ന് ചിന്തിച്ചിട്ട് ആൾക്കാർ ഇറങ്ങിപ്പോരുമായിരുന്നു. ഇന്നിപ്പോൾ എന്നാ ഇതേണ്ട പണി എന്ന് പറഞ്ഞൊരു സിനിമ, ഞാൻ ജോജു ജോർജ് ഒന്നും നമ്മളോട് ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. പണി എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റവൻ റേപ്പ് ചെയ്യുന്ന സീൻ എടുത്ത് അതിൻ്റെ ആ ഡയലോഗുകൾ മാത്രം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓരോ പിള്ളേരും മുന്നിലൊരു പെണ്ണുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് കണ്ടോട്ടെ, ഒന്ന് പിടിച്ചോട്ടെ, എന്ന് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് വലിച്ചു പറിച്ച് ആ ഡയലോഗുകളാണ് ഇപ്പം ഇതിനകത്ത് മുഴുവൻ വന്നിരിക്കുന്നത്. വില്ലനെയാണ് അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. വില്ലനെ അനുകരിച്ചിട്ട് ആ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ബോധവും വെളിവും ഇല്ലാതെ കഞ്ചാവ് അടിച്ചിട്ട് വരുന്നവൻ ആരെയും കൊല്ലാം, എവിടെ ഇട്ട് വേണമെങ്കിൽ കൊല്ലാം, എവിടെ വെച്ച് ലൈംഗികബന്ധം ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു വില്ലനെ ആ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ആ വില്ലനെ ആരാധിക്കുകയാണ് ഇന്ന് പുതിയ തലമുറ അത് എല്ലാവരും എടുത്ത് പറയുന്നില്ല, ഞാൻ പറഞ്ഞുള്ളേ ഉള്ളൂ. ഇതിനകത്തൊക്കെ ഇപ്പോൾ കണ്ടതുകൊണ്ട് പറഞ്ഞാൽ ഇതേ ആറ്റിറ്റ്യൂഡിലാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യുന്നതുമൊക്കെ. റാഗിങ് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട വിഷയമാണ്. എല്ലാ മനുഷ്യരും ഇതേപ്പറ്റി സംസാരിക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞറിഞ്ഞ ഒരു സംഭവമാണ്. ഒരു യുവാവിനെ പഠിക്കാൻ പോയ ഒരു യുവാവിനെ റാഗ് ചെയ്ത് ഇവന്മാരെല്ലാം കൂടി കൊന്നപ്പം അവരുടെ വീട്ടിലേക്ക് അവരുടെ മാതാപിതാക്കൾ സമ്മാനമായിട്ട് പിന്നീട് എല്ലാ കൊല്ലം പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഇവന്മാർ എന്നാ പറയുക, തീയിൽ വീണ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, സമ്മാനം കൊണ്ട് പോകുന്നു. അതാണ് എൻ്റെ സംഗതി. ഇപ്പം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ ആനിമൽ പ്ലാനറ്റിനകത്ത് കാണുമ്പോഴേ ഈ കാട്ടിൽ അതിനെ വൈൽഡ് ഡോഗ്സ് എന്ന് പറയുന്ന സാധനമില്ലേ, വേട്ടപ്പട്ടികൾ മറ്റൊരാളല്ലോ നമ്മൾ വേട്ടയാടാൻ കൊണ്ടുപോകുന്നത്. അതല്ലാതെ വൈൽഡ് ഡോഗ്സ് ഉണ്ടല്ലോ, കാട്ടിലെ പട്ടികൾ, അവന്മാരിങ്ങനെ കൂട്ടം കൂടെ വന്നിട്ട് ഈ മാന്യമൊക്കെ വലിച്ച് കീറുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നമുക്കത് കാണാൻ പറ്റത്തില്ല. പച്ച ജീവനെ ഇതും അതുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസവും. റാഗിങ്